ടെൻഷൻ, സമ്മർദ്ദം, അത് നമ്മളങ്ങ് തകർത്ത് കളയും എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. എന്നാൽ നമ്മൾ തകർക്കുന്ന ആരെന്നറിയോ? ടെൻഷനല്ല. ആ ടെൻഷൻ നമ്മൾ എന്ത് അർത്ഥമാണ് കൊടുക്കുന്ന, ആ അർത്ഥമാണ് നമ്മൾ തകർക്കുന്നത്. നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഒരു ദിവസം ഒരു മാർക്കറ്റിൽ സാമ്പത്തിക പ്രതിസന്ധി, ആ കമ്പനി അങ്ങോട്ട് പൂട്ടി. എന്നാൽ വേറൊരു കമ്പനി ഇതേ പ്രതിസന്ധി സമയത്ത് തഴച്ചങ്ങോട്ട് വളർന്നു. എന്താ കാരണം? ഒരു ടീമിൻ്റെ അടുത്ത് നല്ല പൈസ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണോ? ഇത് ടാറ്റയും ബിർള ഉണ്ടല്ലോ, ബിർളയുടെ പൈസക്ക് കുറവുണ്ടായിരുന്നോ? എന്നാൽ കൂടുതൽ ഭാഗ്യമായിരിക്കും അല്ലേ ടാറ്റക്ക്? ഇതിൽ വലിയൊരു സത്യമുണ്ട്. ഒരിക്കലും ഒരു സംഭവം മനുഷ്യരെ തകർക്കുന്നില്ല. ഞാൻ ആ പറഞ്ഞ ഉദാഹരണത്തിന് തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ വന്നു, നോക്കിയേനെ തകർത്തു അല്ലേ. എന്നാൽ സാംസങ്ങിനെ വളർത്തി. അംബാസഡർ എന്ന കാറിൻ്റെ തകർച്ചയ്ക്ക് മാറ്റങ്ങൾ കാരണമായി. എന്നാലോ ഇന്ന് കാറിന് വില കുറവുണ്ടോ? ഒരിക്കലും സംഭവങ്ങൾ മനുഷ്യനെ തകർക്കുന്നില്ല. മനുഷ്യരതിന് കൊടുക്കുന്ന അർത്ഥങ്ങളാണ് മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഒരു സംരംഭകനോട് അയാൾ ചോദിച്ച്, നിങ്ങളുടെ ഈ വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എൻ്റെ ഏറ്റവും വലിയ പരാജയം. കാരണം ആ പരാജയം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആ പഴയ രീതിയിൽ തന്നെ ജീവിച്ചങ്ങോട്ട് പോകുമായിരുന്നു. ഒരാൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഒത്തു വന്നു. ജോലി പോയി വിളിക്കുക, കരഞ്ഞുകൊണ്ട് നടക്കുക. ആ സമയത്താണ് വേറെ ചിലർ അയാളെ സമീപിച്ചിട്ട് പറഞ്ഞത്, നിനക്ക് ഈ മേഖലയിൽ പരിചയം ഉണ്ടല്ലോ, പൈസ ഞങ്ങൾ ഇറക്കാം, കൂടെ നിൽക്കാൻ പറ്റുമോ, വർക്കിംഗ് പാർട്ട്ണർ ആകാൻ പറ്റുമെന്ന്. ആ ജോലി പോയതുകൊണ്ട് പിന്നീട് അയാൾ സംരംഭകനായി മാറി, ബിസിനസ്സുകാരനായി മാറി. ഓരോ പരാജയവും നമ്മളെ കൂടുതൽ കഴിവുകൾ പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക അല്ലേ. വിജയം മാത്രമുള്ളെങ്കിൽ നമ്മൾ പഠിക്കുമോ? അങ്ങനെ നമ്മൾ പഠിച്ചാൽ അത് നമ്മൾക്ക് പരാജയം എന്ന് പറയാൻ പറ്റുമോ? അതിനൊരു വഴിത്തിരിവ് അല്ലെ, നമ്മുടെ ജീവിതത്തിന് വലിയൊരു മാറ്റത്തിന് കാരണമായ കാര്യം, അങ്ങനെയല്ലേ അതിന് പറയാൻ പറ്റുള്ളൂ. ഇവിടെയാണ് നമ്മൾ ബ്രെയിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഉണ്ടല്ലോ, ഈ ഭാഗം, ഇവിടെ വെച്ചിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലേ. ടെൻഷനും പഠിക്കും അല്ലേ, തല വളരും. പക്ഷേ ചിന്തിക്കൽ, ഞാനിപ്പോൾ അത് ചെയ്യാം അല്ലെ, നമ്മളിവിടെ ലാലിക്കുക. ഇത് തന്നെയാണ് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇവിടെ ടെൻഷൻ വരുമ്പോൾ നമ്മൾ ഇവിടെ ചിന്തിച്ചിട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ദീർഘകാല ലക്ഷ്യങ്ങളെ സംരക്ഷിക്കുന്നതൊക്കെ ഈ ഭാഗമാണ്. പക്ഷേ നമ്മൾ ടെൻഷൻ അടിച്ചാൽ, അതായത് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി, എന്താണ്ടാവുക വെച്ചാൽ ഇങ്ങോട്ടേക്ക് ഊർജ്ജത്തില്ല. കാരണം നമ്മുടെ ഈ നട്ടിലുണ്ടല്ലോ, അതിലൂടെയാണ് ഈ ഊർജ്ജം വരുന്നത് ബ്രെയിനിക്കുള്ളത്. അതിൻ്റെ ആദ്യത്തെ ബ്രെയിൻ ഇവിടെ ഉണ്ട്, അമിഗ്ഡല. ഈ ഭാഗത്ത്, അതായത് പണ്ടത്തെ ബ്രെയിനാണ്. സിംഹപുലിയൊക്കെ വന്ന സമയത്ത് നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഊർജ്ജം മുഴുവൻ എടുത്തിട്ട് നമ്മൾ ഓടാൻ തയ്യാറാക്കിയ അമിഗ്ഡലല്ലേ. പേടിച്ച് കഴിഞ്ഞാൽ പുള്ളി കൺട്രോളം കിടക്കും. പുള്ളി ആയിരിക്കും എന്തോ ഭയങ്കര പ്രശ്നമുണ്ട് ഇവിടെ. അപ്പം ഒന്നുണ്ടാവില്ല, ഇങ്ങോട്ടേക്ക് ഊർജ്ജം വരില്ല. പ്രീഫ്രണ്ടൽ കോർട്ടെക്സിക്ക് ഊർജ്ജം വരില്ല. അവിടെ തീരുമാനിക്കുന്നത് അമിഗ്ഡലയാണ്. ഭയം, ഓടിക്കോ, അതായത് തിരിച്ചടിച്ചോ, ഭയങ്കര പ്രശ്നമാണ്. ഇതുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ബോധമില്ലാണ്ട് പോലും പറയുമല്ലോ, ചിന്തിച്ച് പറഞ്ഞ കാര്യമാണോ അത്. എന്നിട്ട് പിന്നെ അത് നമ്മൾ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. അതൊക്കെ സമ്മതിച്ചാൽ മതി. ബോധമില്ലാത്ത സമയത്താണ് ഞാൻ പറഞ്ഞു പോയത്, അത് എൻ്റെ അമിഗ്ഡല ചെയ്ത പണിയാണ്. ഇങ്ങോട്ടേക്ക് ഊർജ്ജം എത്തിയില്ല. ഞാൻ എന്താ വെച്ചാൽ ഞാൻ മനുഷ്യനാണ്, ആ ദേഷ്യത്തിലായിപ്പോയി, പറഞ്ഞു പോയി, തെറ്റാ, സോറി, ഇത് പറയൂല. അഹങ്കാരം നമ്മൾ സമ്മതിക്കൂല. അപ്പം ഈ അഹങ്കാരം, ഭയം, ദേഷ്യം, ആ സമയത്തൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകും. കാരണം ഇവിടെ വെച്ചല്ല തീരുമാനിക്കുന്നത്, ഇവിടെ വെച്ചിട്ടാ അമിഗ്ഡല ഉള്ളിലുള്ള ആളും. അപ്പോൾ ഈ വിജയിച്ച ആൾക്കാർക്കൊന്നും അമിഗ്ഡല ഇല്ലേ? അവർക്ക് വികാരങ്ങളും ഇമോഷൻസ് ഒന്നും ഇല്ലേ? ദേഷ്യം, സങ്കടം ഒന്നും ഇല്ലേ? പേടിക്കുന്നില്ലേ? പേടില്ല, അവർക്കും ഉണ്ട് ഇതൊക്കെ. പക്ഷേ അവർ ആ വികാരങ്ങൾ അങ്ങ് അനുഭവിക്കും. അപ്പം മെസ്സി അല്ലെങ്കിൽ റൊണാൾഡോ കരച്ചിൽ വന്ന് അങ്ങോട്ട് കരയും. പക്ഷേ ആ സമയത്ത് അവരങ്ങോട്ട് വിളിച്ച് പറയോ, ഞാൻ തീരുമാനിച്ചതാ, ഇനി ഞാൻ കളിയില്ല, നിർത്തി എന്നൊന്നും അവർ പറയില്ലല്ലോ. ഉണ്ടായിരിക്കും. കാരണം അപ്പം പറഞ്ഞ അബദ്ധയെ പറയുന്നവർക്കറിയാം. അവിടുന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു മാറി നിൽക്കുക. അപ്പോൾ അതേ ചെയ്യാൻ പറ്റും. എന്നിട്ട് എല്ലാം തണുത്തതിന് ശേഷം മാത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കുള്ളൂ. ആ ഒരു സമയം ഉണ്ടല്ലോ, അത് തീരുമാനം എടുക്കാൻ പറ്റിയ സമയമെല്ലാം തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഉള്ള മനുഷ്യന്മാരാണ് വിജയിക്കുന്നത്. ഇതിൻ്റെ പേരാണ് ഇമോഷണൽ റെഗുലേഷൻ. ഇത് ജന്മസിദ്ധമായ കഴിവൊന്നുമല്ല, ഇത് പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ആദ്യം തീരുമാനിക്കുക. നമ്മൾ പലപ്പോഴും ദേഷ്യം വന്ന് ഇപ്പോൾ 2 വർത്താനം ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ ഇപ്പം തന്നെ പോയി പറയും. അങ്ങനെയല്ല നമ്മൾ സാധാരണ പറയാറ്. നമ്മൾ വിമാനം പറത്തുന്ന ഒരു പൈലറ്റിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. വിമാനത്തിന് നേരെ കൊടുങ്കാറ്റ് വന്നാൽ പുള്ളി അയ്യോ എന്ന് പറഞ്ഞിട്ട് പണി നിർത്തുമോ? ഇല്ലല്ലോ. അപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അല്ലേ. കാരണം എന്താ? ആ സമയത്ത് ഭയമല്ല, വികാര വിക്ഷോഭങ്ങളല്ല വേണ്ടത്, ഫോക്കസ്, വ്യക്തത, ക്ലാരിറ്റി. ജീവിതം അതുപോലെ തന്നെ. പ്രതിസന്ധി വരുമ്പോൾ വികാരം ഉയരും, സ്വാഭാവികം. പക്ഷേ അവിടെയാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കപ്പെടുന്നത്. ദേഷ്യം കൊണ്ട് വരുമ്പോൾ അപ്പം നമ്മൾ ആക്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാവും. ഭയം വരുമ്പോൾ അപ്പം തന്നെ ആക്ട് ചെയ്യാനുള്ള ടെൻഡൻസി അവിടെ ഉണ്ടാവും. പക്ഷേ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഈ ഇമോഷൻ വരുന്നതിൻ്റെയും നമ്മളൊരു ആക്ഷൻ എടുക്കുന്നതിൻ്റെയും ഇടയിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് വലുതാക്കണം. അവരാണ് വിജയിക്കുന്നത്. അപ്പം ആദ്യം ഇങ്ങനെ തീരുമാനം എടുക്കുക. ഇനി ഒരു ഇമോഷൻ വരുമ്പോൾ അപ്പം കയറി ഞാൻ ആക്ട് ചെയ്യില്ല, ഒന്ന് വെയിറ്റ് ചെയ്യും. ഏതായാലും ഓരോ ദിവസവും രാവിലെ ഞാൻ പരിശീലിപ്പിക്കുന്നുണ്ട്. എൻ്റെ മുന്നിൽ വന്നിരുന്ന് നിങ്ങൾ ഓരോ ദിവസം തുടങ്ങേണ്ടല്ലോ ജീവിതം. കാരണം ഉയർന്ന പ്രകടനം നമുക്ക് കാഴ്ചവെക്കാൻ പറ്റണം. അതിന് വെറും ഇതുപോലെ അറിവ് മാത്രം കിട്ടിയൊരു കാര്യമില്ല, പരിശീലിക്കുക തന്നെ വേണം. അത് നമ്മുടെ നെർവൽ സംവിധാനത്തിന് നല്ല സ്റ്റെബിലിറ്റി വേണം, താങ്ങാനുള്ള കപ്പാസിറ്റി വേണം. പ്രതിസന്ധികൾക്കിടയിലും ശാന്തമായിട്ട് ചിന്തിക്കാനുള്ള മനസ്സ് വേണം. ആ മനസ്സിലേക്ക് പിന്നെ അയാൾക്ക് കുറേ അറിവുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? തീരുമാനങ്ങൾ തെറ്റും.
എത്ര വിവരം ഉണ്ടായിട്ടും നമ്മളെ വിവരം ഉപകാരപ്പെടൂല. ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിശീലനം എന്താണെന്ന് വെച്ചാൽ, അടുത്ത തവണ ഒരു വലിയ പ്രശ്നം വന്നാൽ ഉടനെ കയറിങ്ങ് പ്രതികരിക്കരുത്. ഒരു 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക. അതിപ്പോൾ തന്നെ പരിശീലിക്കണം കേട്ടോ. ആ സമയം വന്ന് അപ്പം ഞാൻ ചോദിക്കുന്നു പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ തല്ലത് വരില്ല. വരണം എന്നുണ്ടെങ്കിൽ മുമ്പ് ദേഷ്യം വന്ന അവസരങ്ങളൊക്കെ ഒന്ന് റീകോൾ ചെയ്തിട്ട് ഒന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടെ ഇത് ചോദിക്കുന്നതായിട്ട് നമ്മളെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്ത് നമ്മളെ പരിശീലിപ്പിച്ചെടുത്താൽ മാത്രമേ ഇനി വരുന്ന അവസരത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആദ്യം ചോദിക്കേണ്ട ചോദ്യം വെച്ചാൽ, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് യഥാർത്ഥമാണോ അതോ ഞാൻ ചിന്തിച്ച് കൂട്ടിയിട്ടുള്ള പ്രശ്നമാണോ? അത് നമ്മുടെ ഇമോഷനാണോ ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്? വികാര വിക്ഷോഭങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ഈ സംഭവം ഇതേപോലെ തന്നെ ആയിരിക്കും ഞാൻ അന്നും കാണുക, അത് ഓലപ്പടക്കാണോ? ആ കാലത്ത് അമിട്ട് വരെ പൊട്ടിയാൽ ഞെട്ടാത്തൊരു ഘട്ടം നമുക്ക് വരും. പരിചയ സമ്പത്ത് കൂടുമ്പോഴേ അന്ന് ഈ ഓലപ്പടക്കത്തിനെ ഞാൻ അന്ന് പേടിക്കുമോ? ഇപ്പം ഞാൻ എടുക്കാൻ പോണ തീരുമാനമുണ്ടല്ലോ, അതിന് കാരണം എൻ്റെ ഭയമാണോ അതോ എൻ്റെ ലക്ഷ്യത്തിലുള്ള വിശ്വാസമാണോ? അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫോഴ്സ് ചെയ്യണം. ഈ അമിഗ്ഡലിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ കൺട്രോൾ ഇങ്ങോട്ട് തിരിച്ച് പിടിക്കാനുള്ള ശ്രമമാണ് ഈ 3 ചോദ്യങ്ങൾ. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടുന്ന് എനർജി റിലീസായിട്ട് ഇങ്ങോട്ട് വരും, പ്രീഫ്രണ്ടൽ കോർട്ടക്സിലേക്ക് വരും. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുവല്ല. ടെൻഷൻ അടിക്കാതെ ആരെങ്കിലും വളർന്നുണ്ടോ? ആ ടെൻഷൻ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. വളർത്താൻ വേണ്ടി ഉപയോഗിക്കുമോ അതോ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കും? ജീവിതത്തിൽ സമ്മർദ്ദം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. മനസ്സിൻ്റെ കരുത്ത് കൂട്ടുക, ശക്തി കൂട്ടുക. ഒരിക്കലും ടെൻഷൻ നമ്മൾ ശത്രു എന്ന് പറയരുത്. അത് നിങ്ങളുടെ അടുത്ത വളർച്ചയ്ക്കുള്ള പരിശീലനം. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പവറാണോ, നിങ്ങളുടെ അനുഭവങ്ങളുടെ പവറാണോ, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്ന ഒരൊറ്റ വാക്ക്, അതായത് ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ വരുമാനവും നിങ്ങളുടെ ബന്ധങ്ങളും നിങ്ങളുടെ നേതൃത്വ പാഠവും നിങ്ങളുടെ ഭാവിയും ഒക്കെ എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്. ഐഡൻറ്റിറ്റി. നമ്മളെക്കുറിച്ച് എന്താ പറയണത്? ഈയിടെ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോഴോ, അത് സർക്കിൾ ഓഫ് കൺസേൺ, സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്. കൺസേൺ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാടുകയറി ചിന്തകൾ. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയ കാര്യങ്ങൾ. ഒരാൾ കമൻറ്റിലിട്ടിരിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ 100 കാര്യങ്ങളും സർക്കിൾ ഓഫ് കൺസേണിലാണ്, എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമില്ല, അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുക. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുക. അതാണ് അയാളുടെ ഐഡൻറ്റിറ്റി. ആ ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നുകൊണ്ട് എങ്ങനെ? ഏതായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഇതേക്കുറിച്ചൊന്ന് വിശദമായിട്ട് സംസാരിക്കാം.